എന്താണ് സുകൃത ഹോമം? സുകൃത ഹോമം, നമ്മളൊക്കെ കർമ്മം ചെയ്ത് ജീവിക്കുന്നവരാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ മാടമന. കാഞ്ഞിരപറ്റം ശിവക്ഷേത്രത്തിൽ കർക്കിടകം 1-ാം തീയതി സുകൃത ഹോമം നടത്തപ്പെടുകയാണ്. അതുകൂടാതെ ഓഗസ്റ്റ് 5 മുതൽ 12-ാം തീയതി വരെ സപ്താഹവും നടത്തപ്പെടും. ഈ 2 സുകൃത കർമ്മങ്ങളിലും നിങ്ങളെല്ലാവരും പങ്കെടുത്ത് ഇത് വൻ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സപ്താഹം എല്ലാവർക്കും അറിയാം. എന്താണ് സുകൃത ഹോമം? സുകൃത ഹോമം, നമ്മളൊക്കെ കർമ്മം ചെയ്ത് ജീവിക്കുന്നവരാണ് അല്ലേ? ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നവരെ കർമ്മം ചെയ്തേ പറ്റുള്ളൂ. അതിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പല തെറ്റുകളും വരാം. നമ്മളോ നമ്മുടെ പൂർവികരോ ചെയ്ത കർമ്മങ്ങളുടെ ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. അപ്പം അങ്ങനെയുള്ള ദോഷഫലങ്ങൾ ഒഴിവാക്കി, നമ്മുടെ പൂർവികരോ നമ്മളോ ചെയ്ത ദോഷഫലങ്ങൾ ഒഴിവാക്കി നമ്മുടെ കുട്ടികൾക്കും അനന്തര തലമുറയ്ക്കും ശ്രേയസ് വരുവാനായിട്ട്, ശ്രേയസ് മാത്രം പോരാ ജീവിക്കുവാൻ, ശ്രേയസ് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ശ്രേയസ്സും കൂടെ വരുവാനായിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് അല്ലെങ്കിൽ യജ്ഞമാണ് ഈ സുകൃത ഹോമം. ആ വാക്കിൽ തന്നെയുള്ള സുകൃത ഹോമം. എന്താണ് ഹോമിക്കുന്ന പ്രധാനമായിട്ട് ഹോമദ്രവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന പോലെ നെയ്യ്, ശുദ്ധമായ പശുവിൻ നെയ്യ്, ഇതുകൂടാതെ പ്ലാശിൻ ചമത, ഇതുകൂടാതെ ഹവിസ്, ഇതൊക്കെയാണ് ഹോമിക്കുന്നത്. അപ്പോൾ ഈ ഹോമത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മളെല്ലാ ഹോമകർമ്മങ്ങൾ ചെയ്യുന്നെങ്കിൽ കൂടി അതിൽ പങ്കെടുക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഹോമപ്പുക അത് ശ്വസിക്കുമ്പോൾ, അത് നമ്മുടെ ദേഹത്ത് തട്ടുമ്പോൾ, ആ ഹോമ മന്ത്രങ്ങൾ നമ്മൾ ശ്രവിക്കുമ്പോൾ ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന ചലനങ്ങൾ നമ്മുടെ കർമ്മങ്ങളെ, കർമ്മങ്ങളെന്ന് വെച്ചാൽ കർമ്മങ്ങളെ ബാധിച്ച ദോഷങ്ങളെ നീക്കുകയും നമുക്കും നമ്മുടെ കുടുംബത്തിനും കുട്ടികൾക്കും ഭാവിയിൽ ശ്രേയസ്കരമായ രീതിയിൽ അത് മാറ്റുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഒരുതരം ജീവിതത്തിലെ കറക്റ്റീവ് സ്റ്റെപ്പാണ് സുകൃത ഹോമം. കറക്റ്റീവ് സ്റ്റെപ്പ്, മുൻകൂർ ജാമ്യം എന്നൊക്കെ നമ്മൾ പറയും. എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ക്ഷമിക്കണമെന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ചെയ്യാറുണ്ട് പല കാര്യം. അതുപോലെ തന്നെ ഒരുതരം പ്രായശ്ചിത്തം പോലെ തന്നെയാണ് സുകൃത ഹോമത്തിൽ പങ്കെടുത്തത് വിജയിപ്പിക്കുന്നത്. അപ്പോൾ ഹോമകർമ്മത്തിൽ എല്ലാവരും പങ്കെടുക്കുക. സുകൃത ഹോമത്തിൽ നമ്മുടെ ദോഷങ്ങളൊക്കെ മാറ്റി നമ്മുടെ കുടുംബത്തിനും നമുക്കും ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും ചെയ്ത ദോഷങ്ങൾ, അറിയാതെ പറ്റിയ ദോഷങ്ങളൊക്കെ മാറ്റി ശ്രേയസ് ഉണ്ടാക്കുവാനായിട്ട് നമ്മളെ എല്ലാവരും പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരം കൂടിയാണ്. അതിലെല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു നിർത്തുന്നു.